ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന സച്ചിയുടെയും രേവതിയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. അങ്ങനെ സച്ചിയും രേവതിയും ഉണ്ട്. സച്ചി ഇങ്ങനെ പറയുകയാണ്, ജനിക്കുന്നതും മരിക്കുന്നതും ഒന്നും നമ്മുടെ കയ്യിലല്ല, പക്ഷെ ജീവിക്കുന്നത് നമ്മുടെ കയ്യിലാണ്, മനസ്സിലായോ? അപ്പോഴേക്കും അനിയൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, വലിയ തത്വമൊക്കെയാണല്ലോ പറയുന്നത് എന്ന് ഇളയച്ചൻ. അപ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞു, അവനെ വിടളയച്ചാ. പിന്നെ അവനെയും വിട്ടു, എല്ലാവരെയും വിട്ടു. അല്ല, എന്തുകൊണ്ടാ ശ്രുതിയുടെ അച്ഛൻ വരാത്തത് എന്ന് നമ്മുടെ അച്ഛമ്മ ചോദിച്ചു കേട്ടോ. മോളെ മരുമോനെ കാണണമെന്നൊന്നും അച്ഛൻ ആഗ്രഹമില്ലേ? പെട്ടെന്ന് ശ്രുതി പേടിക്കുകയാണ്. എന്തായാലും നമ്മുടെ ബീരാൻ എൻ്റെ വകയൊരു കഥയുണ്ടാക്കി ഇവരോട് അങ്ങോട്ട് പറഞ്ഞാൽ അത് സെറ്റപ്പായിരിക്കും. എന്നിട്ട് തുപ്പി കഥ പറയാണ്. കാരണം മുറുക്കാൻ വായി കിടക്കുന്നതുകൊണ്ടാണ്. അവിടെ നടുക്കങ്ങോട്ട് ഇരുന്നു പുതിയൊരു കഥ അങ്ങോട്ട് ഉണ്ടാക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ, ശ്രുതിയുടെ അച്ഛന് എപ്പോഴും പണത്തെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. നോട്ട് എന്ന മിഷൻ തന്നെയുണ്ട് വീട്ടിൽ. മാത്രമല്ല സ്വന്തമായിട്ട് ATM കൗണ്ടറുണ്ട്. അത് വീടിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുക. ATM കൗണ്ടർ വീട്ടിലോ എന്ന് ശ്രുതി. അരകല്ലായിരിക്കും എന്ന് സച്ചി പറഞ്ഞ് കളിയാക്കുക കേട്ടോ. പണത്തിന് പുറകെ ഓടി എൻ്റെ ഏട്ടൻ കുടുംബം നോക്കുന്ന കാര്യം മറന്നു. ഭാര്യയെ പോലും ശ്രദ്ധിച്ചില്ല. ഭാര്യയ്ക്ക് അസുഖമുണ്ടെന്ന കാര്യം പോലും അദ്ദേഹം അറിഞ്ഞില്ല. ശ്രുതിയുടെ അമ്മ എല്ലാവരെയും വിറ്റുപോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഇളയച്ച എന്തൊക്കെയാണ് പറയുന്നത്? അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, ഇളയച്ചൻ പറയട്ടെ, ഉള്ളിലതൊക്കെ പോരട്ടെ. അപ്പം ശ്രുതി ചോദിച്ചു, എന്തിനാ ഇതൊക്കെ ഇപ്പം പറയുന്നത്? മനസ്സ് വെങ്ങുന്നത് കൊണ്ട് പറഞ്ഞു പോയതാ മോളെ, പറഞ്ഞു പോയതാ. എങ്ങനെ പറയാതിരിക്കും? ശ്രുതിയുടെ അമ്മ മരിച്ച ഉടനെ ഇവളുടെ അച്ഛൻ ഒരു ചെറുപ്പക്കാരി പെണ്ണിനെ വിവാഹം കഴിക്കുക ഉണ്ടായത്. ആ കാര്യം കൊണ്ടാ ശ്രുതി അച്ഛനോട് പിണങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് ഈ ശ്രുതിയാണെങ്കിൽ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അപ്പം ചന്ദ്രപതി പറഞ്ഞു, അതൊക്കെ വലിയ കാര്യമാണോ? അദ്ദേഹത്തിനൊരു തുണ വേണമെന്ന് കരുതി കാണും. അതെങ്ങനെ വലിയ കാര്യമല്ലാതാകും? നിങ്ങൾ മരിച്ചു പോയി എന്ന് കരുതുക. ഞാൻ മരിക്കാനോ? ചന്ദ്രമതി ഞെട്ടി. സങ്കല്പിക്കൂ, ഊഹിക്കൂ. നിങ്ങൾ മരിച്ചു പോയത് 3-ാം മാസം. രവി ഒരു ചെറുപ്പക്കാരനെ പെണ്ണിനെ ഇദ്ദേഹം കല്യാണം കഴിച്ചാൽ എങ്ങനെയിരിക്കും? ഇത് കേട്ട് ചന്ദ്രമതി കിളി പോയിരിക്കുക. ഇദ്ദേഹം അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ മക്കൾക്ക് ഇഷ്ടപ്പെടുവോ? അപ്പോൾ എന്തായാലും ഉദാഹരണം പറയാൻ എന്നെ കിട്ടിയുള്ളോ? അതിന് നിങ്ങൾ മരിച്ചില്ലല്ലോ, ടെൻഷൻ ആവാതെ. പിന്നൊരു കാര്യം, മോളെ ശ്രുതി, നിൻ്റെ അച്ഛനോടെ നിന്നോട് പിണക്കമൊന്നുമില്ല കേട്ടോ. അത് നീ ഓർത്തോ? ഒരു പിണക്കവും ഇല്ല. ശ്രുതിയെ കാണണമെന്ന് ആഗ്രഹമുണ്ട് അദ്ദേഹത്തിന്. എന്നാൽ ശ്രുതിയുടെ പിണക്കമല്ലേ മാറാത്തത്? അച്ഛനെ കാണണ്ടെന്നല്ലേ ഇവള് പറയുന്നത്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, പിണക്കം മാറ്റും ശ്രുതി, അച്ഛനല്ലേ. മാറ്റും കേട്ടോ, മാറ്റും. ഈ സമയത്ത് കോള് വരികയാണ് നമ്മുടെ ശ്രുതിക്ക്. അച്ഛനാണോ എന്ന് ശ്രുതി ചോദിച്ചു. അല്ല, എൻ്റെ ഒരു ഫ്രണ്ടാ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് കോൾ എടുക്കാനായിട്ട് പോയിട്ടോ. അദ്ദേഹത്തെ സമാധാനിപ്പിച്ച് നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ട് വരരുതായിരുന്നോ എന്ന് ബീരാനോട് ഈ സമയത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി ഫോണും കൊണ്ടങ്ങ് പോയേ. അപ്പോഴേക്ക് ബീര ആലോചിക്കുക, ഡബിൾ റോൾ എന്തായാലും ഇവിടെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പുറപുറത്ത് ആത്മകഥം പറയുക. അപ്പോൾ എന്താ പറഞ്ഞേ എന്ന് രവീന്ദ്രൻ ചോദിച്ചപ്പോൾ എന്ത് പറയാൻ, ഒന്നും പറഞ്ഞില്ല. ഇതേ സമയം നമ്മുടെ ശ്രുതി പുറത്ത് പോയി കോൾ എടുക്കുകയാണ് കേട്ടോ. അമ്മയാണ് വിളിച്ചത്. അമ്മയെ, ഞാൻ അല്പം തിരക്കിലാണ്, ഞാനൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ പിന്നെ വിളിച്ചാൽ മതിയോ അമ്മേ? ശരി. വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അസുഖം കൂടിയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ശരി അമ്മേ, എന്നാൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ആകെ പേടി പോയി അമ്മ മരിച്ചു എന്നൊക്കെയല്ലേ ബീരാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത്. സ്വന്തം അമ്മ ജീവനോടെ ഉള്ള സമയത്ത് ബീരാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് ആകെ പേടിയായിപ്പോയി നമ്മുടെ ശ്രുതിക്ക്. ശ്രുതി അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, ഈ ബീരാൻ വീണ്ടും തൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്നതാണ്. ശ്രുതിയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവർ വേണ്ട കാര്യങ്ങളൊക്കെ ശ്രുതിക്ക് വേണ്ടി ചെയ്യുമായിരുന്നു. എന്ത് ചെയ്യാനാ, അവർ നേരത്തെ മരിച്ചു പോയില്ലേ. ഇപ്പം ഫോൺ വിളിച്ച് സംസാരിച്ച അമ്മയാണ് മരിച്ചുപോയി എന്നും പറഞ്ഞ് ഇയാൾ പറയുന്നത് ശ്രുതിക്ക് ദേഷ്യം വന്നു കേട്ടോ. ശ്രുതി സ്ഥലകാല ബോധം മറന്നുപോയി. ഒന്ന് നിർത്തുന്നുണ്ടോ? എൻ്റെ അമ്മയൊന്നും മരിച്ചിട്ടൊന്നുമില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. എന്തിനാ എൻ്റെ അമ്മ മരിച്ചു എന്ന് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എൻ്റെ അമ്മ മരിച്ചിട്ടൊന്നുമില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുക. അല്ല, നിൻ്റെ അമ്മ ജീവിച്ചിരിപ്പില്ലെന്നല്ലേ നീ ഞങ്ങളോട് പറഞ്ഞത് എന്ന് രവീന്ദ്രൻ ശ്രുതിയോട് ചോദിച്ചു. അത് അമ്മ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ജീവിച്ചിരിപ്പുണ്ട്. എനിക്ക് അമ്മ മരിച്ചു എന്ന് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. എൻ്റെ മുമ്പ് വെച്ച് അമ്മ മരിച്ചു എന്നിങ്ങനെ പറയരുത് എന്നും പറഞ്ഞ് ശ്രുതി ആകെ കരയാണ്. എൻ്റെ അമ്മയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെയാണ് എൻ്റെ വിശ്വാസം, എൻ്റെ അമ്മയ്ക്കൊന്നും സംഭവിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതി കരയുന്നത് കണ്ടിട്ട് ശ്രുതിയൊക്കെ കൂടി പോയിട്ട് സമാധാനിപ്പിക്കുക.
നീ എന്തിനാ അദ്ദേഹത്തോട് ദേഷ്യപ്പെടുന്നത്? സത്യമല്ലേ? നിന്റെ മനസ്സിൽ ഭരിച്ചിട്ടില്ലെങ്കിലും അമ്മയായിട്ട് എന്തായാലും ഞാനില്ലേ, ഞാൻ ഇവളെ നന്നായിട്ട് നോക്കിക്കോളാം എന്ന് ഇളയച്ചനോടും പറഞ്ഞു. എന്തായാലും ശ്രുതിയുടെ അച്ഛനോട് ഇവിടെ വന്ന് മോളെ ഒന്ന് കണ്ടിട്ട് പോകാൻ പറ, അപ്പം തന്നെ ഇവർ തമ്മിലുള്ള പിണക്കമൊക്കെ മാറിക്കോളും എന്ന് രവീന്ദ്രൻ. അതിന് ചേട്ടന് പിണക്കമൊന്നുമില്ല, പിണക്കമുണ്ടെങ്കിൽ എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവോ? ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ ചേട്ടന് റിപ്പോർട്ട് ചെയ്താൽ ചേട്ടൻ ഇവിടെ പറന്നെത്തും. ഓ, മലേഷ്യന് നിധിയുമായിട്ട് പറന്നെത്തുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചിയാണ് ചോദിച്ചത് കളിയാക്കി. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, മിണ്ടാതിരി സച്ചി. അപ്പോൾ ശ്രുതി പറഞ്ഞു, സോറി അങ്കിൾ, എല്ലാവരും സന്തോഷത്തോടു കൂടി സംസാരിച്ചുകൊണ്ടിരുന്നതാ, ഞാനാ എല്ലാവരുടെയും മൂഡ് സ്പോയിൽ ചെയ്തത്. അങ്ങനെയൊന്നുമില്ല മോളെ, മോള് സന്തോഷത്തോടെ ഇരിക്കണം, മോൾക്ക് ഞങ്ങളെല്ലാവരും ഉണ്ട്. ശ്രുതി, എല്ലാവർക്കും കരിമ്പെടുത്തിട്ട് വന്നേ, പോയി കരിമ്പെടുത്തിട്ട് വാ. അങ്ങനെ നമ്മുടെ ശ്രുതി കരിമ്പെടുക്കാൻ പോയി. ശ്രുതി, മോനെ എല്ലാവർക്കും പൊട്ടിച്ചു കൊടുക്കുക. ശ്രുതി അത് ഒടിക്കാൻ നോക്കുക കേട്ടോ. ശ്രുതിയെ സൂക്ഷിച്ച് എന്ന് ശ്രുതി പറയുന്നുണ്ട്. കരിമ്പൊടിക്കാൻ പോലും ശ്രുതിക്കറിയത്തില്ല. എടാ മരുങ്ങോടാ, അത് ഇങ്ങ് താടാ ഇങ്ങോട്ടാ. അപ്പോഴേക്കും രേവതി അത്ഭുതത്തോട് ചോദിച്ചു, സച്ചേട്ടൻ ഇത് കഷ്ണമാക്കുമോ? അതെ, അവൾ ഒറ്റയടിക്ക്, അവനെ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ ഒറ്റയടിക്ക് 2 കഷ്ണമാക്കും. അങ്ങനെ പെട്ടെന്ന് ഒടിച്ചു കൊടുത്തു കേട്ടോ അവനെ. എല്ലാവരും അന്തം വിട്ട്, എല്ലാവരും അല്ല, നമ്മുടെ രേവതിയൊക്കെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വർഷയും അതുപോലെ ബീരാനും ഒക്കെ ഇവനെ കരിമ്പൊടിക്കുന്നത് കണ്ടിട്ട്. ചന്ദ്രമതിയാണെങ്കിൽ ശ്രുതിയോടാ, നിനക്കൊരു കരിമ്പ് പോലും പൊട്ടിക്കാൻ അറിയത്തില്ലേടാ, അതെങ്ങനെയാ കരിമ്പ് കമ്പി പോലെ ഇരുന്നാൽ ഞാൻ എങ്ങനെ പൊട്ടിക്കാനാ എന്നും ചോദിച്ചു നമ്മുടെ ശ്രുതി. അപ്പോൾ ബീരാൻ പറഞ്ഞു, പണ്ട് ഞാനിങ്ങനെയായിരുന്നു കരിമ്പ് പൊട്ടിച്ചുകൊണ്ടിരുന്നത്, ഇതുപോലെ തന്നെയാണ് ഞാൻ കരിമ്പ് പൊട്ടിച്ചുകൊണ്ടിരുന്നത്. ഇതിനിടയ്ക്ക് കരിമ്പിൻ്റെ ഒരു കഷ്ണം കയറി അവൻ്റെ കാലേ കൊണ്ടു. എന്തായാലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉടനെ ഉമ്മാന്നൊരു വിളിയാണ് നമ്മുടെ ബീരാൻ വിളിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും സംശയിക്കുന്നുണ്ട് കേട്ടോ. ബീരാൻ പെട്ടെന്ന് തന്നെ അമാന്നതാക്കുന്നുണ്ട്. എന്തായാലും സച്ചിക്ക് ആ സംശയം ബലപ്പെട്ട് വരികയാണ്. ഇവനെന്തോ കള്ളത്തരമുണ്ടോ എന്നുള്ള സത്യം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ്. രേവതിയും അച്ചമ്മയൊക്കെ അകത്തിരുന്ന് കരിമ്പ് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക. ശ്രുതിയുണ്ട്, ചന്ദ്രമതിയുണ്ട്, വർഷയുണ്ട്. ശ്രുതി ചേച്ചി, യു ആർ ഓക്കെ? പെട്ടെന്ന് അങ്ങോട്ട് ഇമോഷണൽ ആയില്ലോ. അപ്പം ശ്രുതി പറഞ്ഞു, ഐ ആം ഓക്കെ. അപ്പോൾ രേവതി പറഞ്ഞു, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ നമ്മളെ വിട്ടുപോയാൽ അത് താങ്ങാൻ കഴിയത്തില്ല, അതിൻ്റെ വിഷമം അനുഭവിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ചന്ദ്രമതിക്ക് ഒരു താല്പര്യമില്ലതൊന്നും കേൾക്കാനായിട്ടേ. അച്ഛനെ ഞങ്ങൾ ജീവനായിരുന്നു, ഒത്തിരി ജീവൻ. അദ്ദേഹം ഞങ്ങളെ വിട്ടുപോയത് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് രേവതി പറഞ്ഞു. ഇതേ സമയം നമ്മുടെ ചന്ദ്രമതി ശ്രുതിയോട് പറഞ്ഞു, മോളെ, അമ്മയില്ലാന്നുള്ള വിഷമമൊന്നും വേണ്ട കേട്ടോ, നീ എന്നെ അമ്മായിയമ്മയായിട്ടാണോ കാണുന്നത്? അല്ലല്ലോ, അമ്മയായിട്ട് കണ്ടാൽ മതി കേട്ടോ, ഞാൻ നിന്നെ സ്വന്തം മകളായിട്ടാണ് കാണുന്നത്, സ്വന്തം മകളായിട്ട്. അപ്പോഴേക്കും രേവതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ തലയും കുനിച്ച് പിടിച്ചിരിക്കുക കേട്ടോ. ചന്ദ്രേ, നിനക്കൊരു മരുമകൾ മാത്രമല്ല ഉള്ളത്, 3 മരുമക്കളെയും മകളെപ്പോലെ തന്നെയാണ് കാണേണ്ടത്. ഞാൻ വർഷ എൻ്റെ മോളെ പോലെ തന്നെയാണല്ലോ കാണുന്നത്. അപ്പം രേവതിയോ, അവൾ അങ്ങനെ കാണേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. രേവതിയുടെ അമ്മ ജീവനോടെ ഉണ്ടല്ലോ, അപ്പോൾ വർഷയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടല്ലോ, പിന്നെന്താ? അപ്പോൾ വർഷ പറഞ്ഞു, അതാണ്, എനിക്കൊരമ്മ മതി. എപ്പം നോക്കിയാലും എന്നെ വഴക്ക് പറയും. ആ ഒരമ്മയെ തന്നെ എനിക്ക് സഹിക്കാൻ വയ്യ, പിന്നെയാ വേറൊരമ്മ, എനിക്ക് എൻ്റെ അമ്മ മതിയേ എന്നും പറഞ്ഞ് വർഷ പറയുന്നത് കേട്ടിട്ട് ചന്ദ്രമതി ആകെ നാണം കെട്ടിങ്ങനെ ഇരിക്കുക. ആൻറ്റിയെ എൻ്റെ ആൻറ്റി ആയാൽ മതി, അമ്മയാവണ്ട കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതിയോട് മുത്തശ്ശി ചോദിച്ചു, എങ്ങനെയുണ്ട് ചന്ദ്രേ, 3 മക്കളെയും നീ ഒരുപോലെ കാണുന്നില്ല, അതിലും നീ വേർതിരിവാ കാണിക്കുന്നത്. മരുമക്കളെയെങ്കിലും നിനക്ക് ഒരുപോലെ ഒന്ന് കണ്ടുകൂടെ ചന്ദ്രേ? ചന്ദ്ര കരിമ്പ് കടിച്ചു പറിച്ച് തിന്ന് ദേഷ്യം തീർക്കുവാണ്. മരുമക്കളെങ്കിലും ഒരുപോലെ കാണാൻ പറഞ്ഞത് കണ്ടിട്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബീരാനാട്ടോ. ബീരാൻ പുറത്തേക്ക് പതുക്കെ ഇറങ്ങി. ആ സമയത്ത് ശ്രുതിയും ശ്രീകാന്തും കൂടി കരിമ്പ് തിന്നുകൊണ്ടിരിക്കുക. ആഹാ, ഇതുവരെ കഴിച്ചു കഴിഞ്ഞില്ലേ? അപ്പം രവീന്ദ്രൻ ചോദിച്ചു, കുളിയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. കരിമ്പ് കഴിച്ചോ? അത് ഞാൻ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ കഴിച്ചു. നമ്മുടെ ശ്രുതിക്കാണെ കരിമ്പ് പോലും പൊട്ടിക്കാൻ അറിയത്തില്ല. ഇതെന്തൊരു കരിമ്പാ ഇത്, ഭയങ്കര സ്ട്രോങ് ആണല്ലോ, കടിച്ചു തിന്നാൻ പറ്റുന്നില്ല, ജ്യൂസ് അടിച്ച് കുടിക്കുന്നതാണ് നല്ലത്. അപ്പോഴേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, നിൻ്റെ തലയും കൊള്ളില്ല, പല്ലും കൊള്ളത്തില്ല, കടിച്ചങ്ങ് തിന്ന്, പല്ല് സ്ട്രോങ് ആവട്ടെ. അപ്പോൾ ശ്രുതി, ഇത് കടിക്കാൻ പറ്റിയില്ലെങ്കിൽ നീ എങ്ങനെ പോത്തിൻ്റെ എല്ല് കടിക്കും? അപ്പോൾ ഇതും കേട്ടോണ്ടാണ് ശ്രുതി വരുന്നത്. മഹേഷ് സച്ചിയും കൂടെ പരസ്പരം ഇങ്ങനെ നോക്കുക. പോത്തിൻ്റെ എല്ലിനൊപ്പം ഇറച്ചി പറ്റി പിടിച്ചിട്ടുണ്ടാകും, ഇറച്ചി മാത്രം കടിച്ച് പറിക്കരുത്, എല്ലും ഇറച്ചിയും ചേർത്ത് വേണം കടിക്കാനായിട്ട്, മനസ്സിലായോ? ഈശ്വര, ഇയാൾ കുളവാക്കുമല്ലോ
എന്നും പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ ഇരിക്കുകയാണ്. വീരാൻ പറയാ, ആടിൻ്റെ എല്ല് പോത്തിൻ്റെ എല്ലിനേക്കാളും സ്ട്രോങ് ആണോ അല്ലയോ? പറ 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 ഉത്തരം പറ. അത് പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയാ അറിയാം? ഇയാളെ കൊണ്ട് തോറ്റല്ലോ. എന്ത് പറഞ്ഞാലും ആടോ മാടോ എല്ല് പീസ്. ഇനിയും സംസാരിക്കാൻ വിട്ടാ ഇയാൾ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. അപ്പോഴേക്കും നമ്മുടെ ബീരാൻ പറയുന്നുണ്ട്, ആൻസർ പറയുന്നവർക്ക് മുട്ടനാടിൻ്റെ ചങ്കിലെ ചോര ഞാൻ തരും. പറയൂ പറയൂ, ആൻസർ പറയൂ. ഇളയച്ച നല്ല ടയേർഡല്ലേ, മുറിയിലേക്ക് വാ, എന്നിട്ട് റെസ്റ്റ് എടുക്കുക, കുറച്ച് നേരം ഉറങ്ങുക. ആ ശരിയാ, കുറച്ച് നേരം പോയി റെസ്റ്റ് എടുക്കുക. ഇന്ന് ഞാൻ കുറേ ഉറങ്ങി, ഇനി ഉറങ്ങിയാൽ രാത്രി ഉറക്കം വരത്തില്ല. സച്ചി, നിനക്ക് ചീട്ട് കളിക്കാൻ അറിയാവോ? അറിയാമെങ്കിൽ നമുക്കൊരു കളി നോക്കാം. ഞാൻ അതിൽ വലിയ കില്ലാടിയാ. എന്തു പറ്റി, മലേഷ്യയിൽ ക്ലബിനൊക്കെ പോകാറുണ്ടോ എന്ന് ശ്രീകാന്ത് ഇങ്ങനെ ചോദിച്ചു. ഞാൻ പോകാറുണ്ട്. സുഹൃത്തുക്കളൊക്കെ വരും, ഞങ്ങൾ ചീട്ടൊക്കെ കളിക്കും. എപ്പോഴും കാശ് വരുന്നത് ഞാനേ ക്ലബ് പ്ലെയർ രാജാവ്. ദേ എടാ, നീ സ്കോച്ച് എടുക്കാൻ പറയടാ എന്ന് മഹേഷ് സച്ചിയോട് പറയാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു, എന്താടാ ഒരു സ്വകാര്യം പറച്ചിൽ? വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ, പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറയായിരുന്നു ഇവൻ. ശരിയാ, എനിക്കും ഇവിടെ ഇരുന്ന് ബോറടിച്ചു. ഈ നാടൊക്കെ ഒന്ന് ചുറ്റിക്കാണണമെന്ന് എനിക്കും ഉണ്ട്, നമുക്കങ്ങ് പോയാലോ? അപ്പോഴേക്കും സച്ചി പറഞ്ഞു, പിന്നെ. ശ്രുതി ആകെ പേടിച്ചു കേട്ടോ. ഇവിടെ കാണാൻ കുറേ സ്ഥലം ഉണ്ടാവുമല്ലോ, ബാ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ സച്ചി പറഞ്ഞു, ഉണ്ട്, പുഴ, കുന്ന് എല്ലാം കാണാനുണ്ട്, പിന്നെ നിറയെ ആടുമാടുകളും ഉണ്ട്. ഇത് കേട്ടപ്പോഴേക്കും ബീരാൻ, ആടുമാടുകളുണ്ടോ? അയ്യോ, അവറ്റകളെയാ എനിക്ക് ആദ്യം കാണേണ്ടത്. അപ്പോഴേക്കും നമ്മുടെ സച്ചി മഹേഷ് വീണ്ടും നോക്കുക കേട്ടോ. ശ്രുതിയൊക്കെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അല്ല, ആടിനിവിടെ എത്രയാ വില? ഒത്തു വന്നാൽ വാങ്ങിക്കാലോ. കണ്ടോ കറങ്ങി തിരിഞ്ഞ് വീണ്ടും അവൻ ആട്ടിലെത്തി. അപ്പോൾ ശ്രുതി പറഞ്ഞു, ഇവിടെ ആടിൻ്റെ മാടിൻ്റെ മ്യൂസിയം ഒന്നും ഇല്ല, ഇളയച്ചൻ പോയി റെസ്റ്റ് എടുക്കുക. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, പാറുവേട്ടത്തി, നാട് ചുറ്റിക്കാണെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമല്ലേ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കട്ടെ. അപ്പോഴേക്ക് രവീന്ദ്രനെ നിർബന്ധിക്കുകയാണ്, സച്ചി ചെല്ല, നീ കൊണ്ടുപോയി സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കുക. അപ്പോഴേക്കും ശരി ഇളയച്ച, ഞാൻ കൊണ്ടുപോകാൻ, ചുറ്റി കാണിച്ചു തരാം. അപ്പോഴേക്കും ശ്രുതി ചോദിച്ചു, ഇതെന്താ പാരീസും നല്ലോണം ചുറ്റി കാണാനായിട്ട്? അപ്പോൾ ബീരാൻ പറഞ്ഞു, പാരീസിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാരീസിലൊക്കെ പോകാറുണ്ടെന്ന്. ഇടയ്ക്കിടയ്ക്ക് പാരീസിലൊക്കെ പോകാറുണ്ട്, അവിടുത്തെ ചീപ്പ് വിലയ്ക്ക് കറി വിടേണ്ടതൊക്കെ ഞാൻ മേടിക്കാറുണ്ട്. ഇളയച്ചൻ പാരീസിലും ബിസിനസ് ഉണ്ടോ? എന്താ ശ്രുതി ഇങ്ങനെ ആശ്ചര്യത്തോടെ ചോദിക്കുന്നത്? നമ്മുടെ ചെമ്പനാട് ഹില്ലിന് അപ്പുറത്ത് കിടക്കുന്നതല്ലേ പാരീസ് അല്ലേ? അവിടെ പർച്ചേസ് ചെയ്യാൻ പോകാറുണ്ട്. ചെമ്പനാട് ഹില്ലോ പർച്ചേസിനോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി മഹേഷ് നോക്കി പുരുകം പൊക്കി കാണിച്ചു. പാരീസൊക്കെ അവിടെ കിടക്കട്ടെ, നമ്മൾ ഈ നാട് ചുറ്റിക്കറങ്ങിയിട്ട് വരാം. ശ്രുതി, അവിടെയും ക്യാമറ കാണുമോ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. ക്യാമറയോ? പെട്ടെന്ന് നമ്മുടെ ബീരാൻ വിഷയം മാറ്റുവാണ്. അപ്പോൾ ശ്രുതി പറഞ്ഞു, അതെ, ഈ നാട് ചുറ്റി കാണുമ്പോൾ ഫോട്ടോ എടുക്കണ്ടേ, അതിന് ക്യാമറ ചോദിച്ചതാ അദ്ദേഹം. അതെ 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 ഫോണുണ്ടല്ലോ ഇപ്പോൾ, അതുപോരെ. ശരി ശ്രുതി, എന്നാ ബൈ, ഞങ്ങൾ പോയിട്ട് വരാം. എന്നാൽ പ്രകൃതിനെ രമണിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് നമ്മുടെ സച്ചിയും ബീരാനെയും കൊണ്ടങ്ങ് പോകാൻ തുടങ്ങും, മഹേഷ് സച്ചിയും. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, ശ്രുതി ഒരു കാര്യം ചെയ്യുക, അവരുടെ കൂടെ ചെല്ല. അയ്യേ, ഞാൻ അതിനകത്തൊന്നും ചെല്ലൂല, എനിക്കിഷ്ടമല്ല. ഞാൻ ഈ കരിമ്പ് കടിച്ച് പറിച്ച് ആകെ ടയേർഡായി, ഞാൻ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങി. ഇപ്പോൾ ശ്രുതി സമ്മതിച്ചില്ല. ശ്രുതി ദേ പറയുന്നത് കേക്ക്. ഇപ്പോൾ സച്ചി പറഞ്ഞു, എടാ ഇവിടെ പാർക്കൊന്നുമില്ല ഇനി നിനക്ക് കിടന്നുറങ്ങാനായിട്ട്, നീ മുറി പോയി കിടന്നുറങ്ങുക. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, ശ്രുതി ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, നീ ഇളയച്ചൻ്റെ കൂടെ പോയിട്ട് വാ. നീ ചെല്ല് ശ്രുതി, വെറുതെ ബോറടിക്കുന്നതിൽ നല്ലതല്ലേ, അവൾ പറയുന്നത് കേക്ക്. അപ്പോഴേക്കും ബീരാൻ പറഞ്ഞു, ശ്രുതി ബാ, നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം, എനിക്കിഷ്ടമല്ല ഇതൊന്നും. അത് സാരമില്ല വാ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ശ്രുതി എല്ലാവരും നിർബന്ധിച്ച് പറഞ്ഞു വിടുകയാണ്. ഇങ്ങോട്ട് വാടാ, നീ ഇങ്ങോട്ട്, നീ വീട്ടിൽ അടയിരുന്ന് അടക്കോഴി ആയല്ലോടാ എന്നൊക്കെ പറഞ്ഞ് ബീരാൻ ശ്രുതിയുടെ തോളത്ത് കൈയിട്ട് പോവുക. ശ്രുതിക്കാണ് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ നടന്നു പോകാനായിട്ട്. മഹേഷും സച്ചിൻ കൂടെ ഇടക്കിടക്ക് കണ്ണും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ എന്താ ചൂട്, ഇവിടെ ഭയങ്കര ചൂടാണല്ലോ. അപ്പം മലേഷ്യയിൽ എങ്ങനെയാണ്, നല്ല ചൂടാണോ? എനിക്കെങ്ങനെ അറിയാം എന്ന് ബീരാൻ പറഞ്ഞപ്പോഴേക്കും കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് സച്ചിയും മഹേഷും. അപ്പം ഇളയച്ച മലേഷ്യ നല്ല വരുന്നത് എന്ന് ശ്രുതി. അതൊക്കെയാ, പക്ഷേ ഇപ്പം അവിടെ ചൂടാണോ തണുപ്പാണോ കാറ്റടിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ, ഞാൻ അവിടെയാണോ, ഞാൻ ഇവിടെയല്ലേ. അപ്പം മഹേഷ് പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ ചൂടുണ്ടായിരുന്നെന്നോ ചോദിച്ചത്? അവിടെ അന്നേരം ചൂടുണ്ടായിരുന്നു. ഒരു കണക്കിന് നല്ലതാ,
തോലയലില്ല ഇട്ടാൽ പെട്ടെന്ന് ഉണങ്ങൂലോ. ഇളയച്ചൻ എന്തൊക്കെ ഈ പറയണ തോലോ? ഇവന് ഭയങ്കര ഡൗട്ടാണല്ലോ. കമോൺ സുധി കമോൺ. എന്തായാലും രണ്ടുപേരും നടന്നങ്ങ് പോയി. മഹേഷും സച്ചിയും കൂടെ പരസ്പരം ഇങ്ങനെ നോക്കി, എന്തോ ഒന്നിടേ ഇത്, എന്തോ പന്തികേടുണ്ട്. ആഹാ, എന്ത് മനോഹരമായ സ്ഥലം. ഇളയച്ചന് ഞങ്ങളുടെ നാടിഷ്ടമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ബെന്നെ. അപ്പോഴാണ് ഒരാട് കരയുന്ന സൗണ്ട് കേൾക്കുന്നത്. പെട്ടെന്ന് തന്നെ ബീരാൻ നിന്നു. സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. എവിടെയോ രണ്ടാടിൻ്റെ കരച്ചിൽ എന്നെ രോമാഞ്ചം കൊള്ളിക്കുന്നു. മേ മേ എന്നും പറഞ്ഞിട്ട് ബീരാൻ വീണ്ടും ആട് കരയുന്ന പോലെ കാണിക്കുക. മഴ പെയ്താൽ ഇതുപോലെ പുഴ കവിഞ്ഞൊഴുകി വീടുകളിലൊക്കെ വെള്ളം കയറാറുണ്ടോ? ഇവിടെ എൻ്റെ വീട്ടിൽ വെള്ളം കയറിയായിരുന്നു. എന്താ, കഴിഞ്ഞ വർഷം ഇവിടെ മഴയുണ്ടായിരുന്നോ? മലേഷ്യയിൽ പ്രളയം ഉണ്ടായിരുന്നോ? വീട്ടിൽ വെള്ളം കയറാനും മാത്രം? അപ്പോഴേക്ക് ബീരാൻ ചിരിച്ചു കാണിക്കുക. അവിടെ തടാകക്കരയിൽ ഞാൻ കുറേ വീടുകൾ കെട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് യു ഹൗസ് ലൈക്ക് യുവർ ഹൗസ്. സോ മഴ പെയ്താൽ തടാകത്തിലെ വെള്ളം വീട്ടിലേക്ക് കയറും. ന്യൂസ് കണ്ടില്ലേ? ദുബായിൽ നടു റോഡിലൂടെ വെള്ളം പുഴ പോലെ ഒഴുകുന്ന കാര്യം. സച്ചി കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക. ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിങ്, എന്ത് ചെയ്യാനാ? മലേഷ്യ മാറി ഇപ്പോൾ ദുബായ് ആയല്ലോ എന്ന് മഹേഷ് സച്ചിയോട് പറയുകയാണ്. ഇളയാച്ച, ഇതിൽ കൂടുതൽ ഒന്നും ഇവിടെ കാണാനില്ല. മാത്രമല്ല നല്ല വെയിൽ, നമുക്ക് വീട്ടിലോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചി ചോദിച്ചു, ആരാടാ പറഞ്ഞ ഇവിടെ ഒന്നും കാണാനില്ലെന്ന്? നിനക്ക് എന്തറിയാടാ ഇളയച്ച? ഇനി ഈ ഗ്രാമത്തിൽ ഒരുപാട് കാണാനുണ്ട്. ഞാൻ ഇവിടെ വളർന്നവനാ, എനിക്കിവിടുത്തെ മുക്കും മൂല അറിയാം. ഞാൻ കാണിച്ചു തരാം. ഇളയച്ചൻ വാ. എടാ സച്ചി, കുപ്പി ചോദിക്കടാ കുപ്പി എന്ന് മഹേഷ്. അപ്പോഴേക്കും ബീരാൻ അത് കേട്ടു കേട്ടോ. എന്തുവാ എന്തുവാ ഒരു സ്വകാര്യം? ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ ഇവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ, വളരെ ക്ലോസ് ഫ്രണ്ടാ. ശ്രുതിയുടെ ഇളയച്ചൻ മലേഷ്യയിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തെ കാണണമെന്നും പറഞ്ഞ് ഇവിടെ വന്നതാ എൻ്റെ ഈ കൂട്ടുകാരൻ. എന്തായാലും ഞാൻ നല്ല ഇറച്ചിയുള്ളവനാണെന്ന് ഇവന് മനസ്സിലായി കാണും. ദാ കണ്ടോളൂ എന്നും പറഞ്ഞുകൊണ്ട് ബോഡി മസിൽസിൻ്റെ ഷോ കാണിച്ചു കൊടുക്കുകയാണ്. എന്നെ കാണണമായിരുന്നല്ലേ, ഈ ഭാഗം കാണൂ, ഈ ഭാഗം കാണൂ, ഇവിടെ കാണൂ, അവിടെ കാണൂ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിന്ന് കൊടുക്കുകയാണ്. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, അയ്യോ എല്ലാ ഭാഗവും ഞങ്ങൾ വ്യക്തമായിട്ട് കണ്ടു. അല്ല, മലേഷ്യയിൽ നിന്ന് വന്നപ്പോൾ കുപ്പി വല്ലതും കൊണ്ടുവന്നായിരുന്നോ? അപ്പോൾ സുധി ചോദിച്ചു, എടാ സച്ചി, നിനക്ക് ഇതിൻ്റെ വിചാരം മാത്രമേ ഉള്ളോ? ഇളയച്ച കുപ്പി കൊണ്ടുവന്നോ? കൊണ്ടുവരാതിരിക്കുമോ കള്ളൻ? വന്നപ്പോൾ തൊട്ട് ഇളയച്ചനോട് ചോദിക്കുന്ന പറയുക ഇവൻ. സച്ചി, നീ എന്താ ഇളയച്ചനെ കുറിച്ച് കരുതിയിരിക്കുന്നത്? കോടീശ്വരനായ ബിസിനസ് മാഗ്നറ്റിനോടാണ് നീ കുപ്പി ചോദിക്കുന്നത്. ബഹുമാനം കൊടുക്കണം, ബഹുമാനം. ഇങ്ങനെയൊന്നും ഇളയച്ചനോട് സംസാരിക്കാൻ പാടില്ല. മലേഷ്യ ഇളയച്ചൻ പറ, കുപ്പി കൊണ്ടുവന്നിട്ടില്ലേ? അത് മലേഷ്യയിൽ നിന്ന് വരുമ്പം ഞാൻ 5 കുപ്പി സ്കോച്ച് കൈ കരുതിയായിരുന്നു. നിങ്ങൾ 3 ആൺമക്കളുണ്ടല്ലോ, ഓരോരുത്തർക്കും ഓരോ കുപ്പി വീതമായിരുന്നു ഞാൻ എടുത്തത്. ഒരു കുപ്പി നിങ്ങളുടെ അച്ഛന്. ഈ പ്രായത്തിൽ 2 വെട്ടിക്കിടന്ന നല്ല ഉറക്കം കിട്ടും. അയ്യോ, അച്ഛൻ കഴിക്കില്ല എന്ന് സുധി. അപ്പോഴേക്കും നമ്മുടെ സച്ചിൻ ദേഷ്യപ്പെടാൻ തുടങ്ങി കേട്ടോ. നിങ്ങൾ എൻ്റെ അച്ഛനെ കുറിച്ച് എന്താ കരുതിയേ? അദ്ദേഹം മദ്യപിക്കാറില്ല, കളിയാക്കുന്നു അച്ഛനെ എന്നൊക്കെ ചോദിച്ച് സച്ചി ദേഷ്യപ്പെടുക. ഇതെങ്ങാണോ അച്ഛമ്മയുടെ മുന്നിൽ വെച്ച് പറഞ്ഞാൽ പല്ലടിച്ച് തീർക്കും എന്നൊക്കെ പറഞ്ഞ് സച്ചി ബീരാനെ തല്ലാൻ തുടങ്ങും കേട്ടോ. സുധി കയറി തടഞ്ഞു. സുധി മാത്രമല്ല, ബീരാനും തടഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും എൻ്റെ രക്ഷപ്പെട്ടു എന്ന് സുധി പറഞ്ഞു കേട്ടോ. ഇവരുടെ തല്ലി പെട്ടെന്ന് അവിടെ നിന്ന് സ്റ്റോപ്പായി. അപ്പോഴേക്കും ബീരാൻ ചോദിച്ചു, ആര്? അവൻ രക്ഷപ്പെട്ടു എന്നാ? അല്ല, നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന്. ഇവൻ്റെ തല്ല് കിട്ടിയാലുണ്ടല്ലോ, എന്നെക്കുറിച്ച് അറിയില്ല, വെട്ടി കൂട്ടി തൂക്കി കൊടുക്കും ഞാൻ എന്നും പറഞ്ഞ് ബീരാൻ. ഇയാൾ വീണ്ടും ഇതെന്തുവാ ഇയാൾ ഈ പറയുന്നത് എന്ന് സച്ചി മഹേഷും കൂടെ ഇങ്ങനെ നോക്കുക. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സി യു അഗെയിൻ. താങ്ക് യു.